പ്രിയമുള്ളവരെ, ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. എല്ലാ കാര്യങ്ങളും ഉദ്ഭവിക്കുന്നത് ആരുടെ എങ്കിലും ചിന്തകൾ കൊണ്ടാണ്. മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ ചിന്തകൾ അമിതമായാലോ? അധികമായാൽ അമൃതും വിഷം എന്നല്ലേ? എന്താണ് അമിത ചിന്തകൾക്ക് കാരണം? എന്താണ് ഉത്കണ്ഠ? ഇവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? അമിത ചിന്തകളും ഉത്കണ്ഠകളും എങ്ങനെ ഒഴിവാക്കാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ബുദ്ധി ആണ് അതിൻ്റെ ഊർജം. മനുഷ്യൻ സ്വപ്രയത്നത്തിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവും ചിന്തകൾക്ക് ആധാരമാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ചിന്തയിൽ നിന്നാണ്. മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനു തന്നെ ആധാരം ചിന്തകളാണ്. ഐസക് ന്യൂട്ടൺ മാവിൽ നിന്നും മാങ്ങ മുകളിലേക്ക് വീഴാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ആ ചിന്ത മനുഷ്യ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ ആണ് കൊണ്ടുവന്നത്. ഇന്ന് ശാസ്ത്രം നേടിയ അഭൂതപൂർവമായ വളർച്ച ഇത്തരം ചിന്തകളുടെ ഫലമാണ്. അതായത് ചിന്തയ്ക്ക് എല്ലാം സാധ്യമാണ്. എന്നാൽ ഏതൊരു നല്ല കാര്യത്തിനും ഒരു മറുവശം കൂടി കാണും. അതായത് സദ്ചിന്തകൾ ഗുണം ചെയ്യുന്നതുപോലെ തന്നെ ദുർചിന്തകളും അമിത ചിന്തകളും ദോഷം ചെയ്യുന്നു. ദുർചിന്തകൾ കൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാകുന്നു. എന്നാൽ അമിത ചിന്തകൾ കൊണ്ട് ദോഷം ഉണ്ടാകുന്നതു നമുക്ക് മാത്രമാണ്. അതിനാൽ ഇവ രണ്ടും ഒഴിവാക്കണം. എന്താണ് അമിത ചിന്തയുടെ ദോഷം? അമിതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ക്രമേണ ഡിപ്രഷന് അടിമയായി തീരും. അവർക്ക് ഒരു കാര്യത്തിലും സ്ഥിരമായി ശ്രദ്ധിക്കാൻ പറ്റില്ല. കൂടാതെ മുന്നോട്ടു എന്തു ചെയ്യും എന്നുള്ള ഉത്കണ്ഠയും ഇവരെ പിടികൂടും. ശാരീരികമായി നോക്കിയാൽ എപ്പോഴും മ്ലാനവദനൻ ആയിരിക്കും. അമിത വിശപ്പ് മൂലം പൊണ്ണത്തടിക്കും സാധ്യത ഉണ്ട്. ഇത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഈ ആൾ എപ്പോഴും ദുഃഖിച്ചിരിക്കും. കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടും. രസകരമായ കാര്യം എന്താന്നുവെച്ചാൽ ഇവർ മിക്കപ്പോഴും ഭാവനയിൽ കാണുന്ന കാര്യത്തെ ഓർത്ത് ആയിരിക്കും ദുഃഖിക്കുന്നത്. അതായത് എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റാതെ വന്നാൽ എന്തു ചെയ്യും? അവർ എന്നെ വെറുത്താൽ എന്തു ചെയ്യും? വ്യത്യസ്തമായി കാര്യം ചെയ്താൽ അത് കൈപ്പിടിയിൽ നിന്ന് പോകുമോ? ഈ കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ സാധാരണ ചിന്തയും അമിത ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിൽ കൂടി ഒരു ദിവസം ഏകദേശം 45,000 ചിന്തകൾ കടന്നുപോകുന്നു. ഈ ചിന്തകളിൽ നമുക്ക് ആവശ്യമുള്ളതിനെ പിടിച്ചു നിർത്തി ശ്രദ്ധയോടെ വിശകലനം ചെയ്താണ് നാം പല തീരുമാനങ്ങളും എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകളിൽ കൂടി കടന്നുവരുന്ന ഓരോ നിസ്സാര കാര്യവും എടുത്തു അതിനെ ആവശ്യമില്ലാതെ വിശകലനം ചെയ്യുമ്പോഴാണ് നാം അമിത ചിന്തകൾക്ക് അടിമ ആകുന്നത്. അത് നമ്മെ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിയിടും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നാം പരാജയപ്പെടാൻ തുടങ്ങും. അതായത് നമുക്ക് ഉണ്ടാകുന്ന ചിന്തകളിൽ വേണ്ടതിനെയും വേണ്ടാത്തതിനെയും തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. ഇവയ്ക്ക് നല്ല അറിവും പരിശീലനവും ആവശ്യമാണ്. അനാവശ്യ ചിന്തകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ, ഉത്കണ്ഠ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതുമൂലമുണ്ടാകുന്ന ജീവിത ക്ലേശങ്ങൾ ഇവയുടെ ഇര ആയിത്തീരും. പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തങ്ങൾക്കുള്ളത് അമിത ചിന്തയും ഉത്കണ്ഠയുമാണ് എന്ന തിരിച്ചറിവ് ഇല്ലാത്തതാണ്. പലപ്പോഴും ഈ അമിത ചിന്തയിലൂടെ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ വാസ്തവം എന്താണ്? ഒരിക്കലും അമിത ചിന്തകൾ പ്രശ്നപരിഹാരത്തിന് സഹായകരമല്ല. ഒരു പ്രശ്നം പരിഹരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് അതിന് ഏറ്റവും സാധ്യമായ നടപടികളിലേക്ക് കടക്കുക എന്നതാണ്. വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. എപ്പോഴും ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രവൃത്തിയിലേക്ക് വരില്ല. അമിതമായി ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രശ്നപരിഹാരത്തിന് ഉള്ള തീവ്രമായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവില്ല. വെറുതെ പല സാധ്യതകളിൽ കൂടി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. അമിത ചിന്തകൾ പലപ്പോഴും ആത്മപരിശോധന ആയും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇതും തെറ്റാണ്.
ശരിയായ ആത്മപരിശോധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അയാളുടെ തന്നെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രക്രിയ ആണ്. എന്നാൽ അമിത ചിന്തകൾ നിങ്ങളിൽ തന്നെ ഉള്ള നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ അത് വേണ്ട എന്ന് വെക്കാൻ തയ്യാറല്ല. അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ചിന്തിക്കാനും തയ്യാറാകുന്നില്ല. അമിത ചിന്തകൾ ഉള്ള ഒരാൾക്ക് എപ്പോഴും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉത്തരങ്ങൾ ഇല്ല. തീരുമാനവും പ്രശ്നപരിഹാരവും ഉണ്ടാകുന്നില്ല. ഇത് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകാനും കാരണമാവുന്നു. അമിത വിശപ്പ്, മൈഗ്രെയിൻ, ഉറക്കക്കുറവ്, ശ്രദ്ധക്കുറവ് മുതലായ പ്രശ്നങ്ങൾ ഇത്തരക്കാർക്കു സാധാരണമാണ്. ഇനി ഇവ ഒരു പരിധിവരെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നാം കാണുന്നത്. റേക്കിയിൽ ഇതിന് പരിഹാരമുണ്ട്. സാധാരണ ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണ്. എന്നാൽ മെഡിറ്റേഷനിലേക്ക് ഒന്നും പോകാതെ സമയക്കുറവ് ഉള്ളവർക്കും കൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ആദ്യം തന്നെ നമ്മൾ ഒരു പ്രാർത്ഥനയിലേക്ക് ആണ് പോകുന്നത്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ദുർചിന്തകളും നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനും പ്രാപഞ്ചിക ഊർജത്തിനും ദൈവത്തിനും നന്ദി, നന്ദി, നന്ദി. തുടർന്ന് ഇടതു കൈ അല്പം മുകളിലേക്ക് ഉയർത്തി കൈ വെള്ള മലർത്തി പിടിക്കുക. വലതു കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഇടതു കൈയിലൂടെ റേക്കി എനർജി നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കൽപ്പിക്കുക. അത് ശരീരത്തിലെ എല്ലാ ചക്രകളിലൂടെ കടന്നു അവയെ ശുദ്ധീകരിച്ചു വലതു കൈയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇനി നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം നിങ്ങളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ഇതിന് നമ്മൾ ലെറ്റിംഗ് ഗോ അല്ലെങ്കിൽ കടന്നുപോകാൻ അനുവദിക്കൽ എന്ന് പറയും. ഇപ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്തയും തടഞ്ഞു നിർത്തരുത്. അവയെ അന്നേരം തന്നെ പോകാൻ അനുവദിക്കുക. ലെറ്റിംഗ് ഗോ എന്നാൽ ഫ്ലോ എന്നാണ് അർത്ഥം. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകളെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഒഴുകിപ്പോയ വെള്ളം തിരികെ വരുന്നില്ല. അതുപോലെ മനസ്സിലേക്ക് കടന്നുവരുന്ന ആവശ്യമില്ലാത്ത ചിന്തകളെ ഒഴുകിപ്പോകാൻ അനുവദിക്കുക. അവയെ രണ്ടാമത് കടന്നുവരാൻ അനുവദിക്കരുത്. അവ വീണ്ടും വരുന്നു എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ പറയുക: എൻ്റെ മനസ്സിൽ ഇനി ഈ ചിന്തക്ക് സ്ഥാനമില്ല. ഞാൻ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ മാത്രമേ എടുക്കൂ. ഞാൻ ദൈവിക പദ്ധതികളെ അംഗീകരിക്കുന്നു. എനിക്ക് ദൈവിക സഹായത്തോടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഞാൻ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു തീരുമാനങ്ങൾ എടുക്കും. എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പെട്ടെന്ന് തീരുമാനം എടുക്കില്ല. ആ വിഷയത്തിൽ അറിവുള്ളവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ഒപ്പം പ്രാർത്ഥനയിലൂടെ ദൈവസഹായം തേടും. ഞാൻ പഴയതെല്ലാം ഉപേക്ഷിക്കുന്നു. പുതിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ വിജയത്തിലേക്ക് മുന്നേറുന്നു. ഈ യാത്രയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരം മാത്രമേ ശ്രദ്ധിക്കൂ. ഞാൻ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഞാൻ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നു. ഞാൻ എൻ്റെ സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നു. ഞാൻ ഒരു വിജയി ആകാൻ പോകുന്നു. ഞാൻ ഒരു അത്ഭുതമാണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണും. അതിനു വേണ്ട കൂടിയാലോചനകൾ ഞാൻ മറ്റുള്ളവരുമായി നടത്തും. ഞാൻ ജീവിതത്തിൻ്റെ വഴികളെ വിശ്വസിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി നിലകൊള്ളും. ഉറച്ച തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ ഞാൻ പരിശീലിക്കും. എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കും. അതിനു കാലതാമസം അനുവദിക്കില്ല. ഞാൻ അലസത മാറ്റും. ജീവിതം എന്നെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നടത്തി എനിക്ക് വിജയം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ സുരക്ഷിതനാണ്. എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു. എൻ്റെ മനസ്സിൽ നിന്നും എല്ലാ നെഗറ്റീവ് ചിന്തകളും പോയി കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവയെ ഞാൻ അനുവദിക്കില്ല. ഇനി ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കുക.
ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളിൽ അവശേഷിച്ചിരുന്ന നെഗറ്റീവ് ചിന്തകളും കൂടി പുറത്തേക്ക് പോകുന്നതായി മനസ്സിൽ കാണുക. നിങ്ങൾ മനസ്സിൽ ദൈവത്തിന് നന്ദി പറയുക. താങ്ക് യു ഗോഡ്.